പുരാതനമായ സിദ്ധയോഗ വിദ്യകളെപ്പറ്റി പഠിക്കുന്ന ഒരു ഗവേഷകൻ ഹിമാലയത്തിലെ ഒരു യോഗിയുടെ പക്കലെത്തി. അവരുടെ സംഭാഷണങ്ങൾക്കിടയിൽ ശരീരത്തിലെ നവദ്വാരങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു അപൂർവ മരുന്ന് യോഗി ആ ഗവേഷകന് നൽകി. അത് കഴിച്ചയുടനെ പുറത്തു കിടക്കാൻ സാധിക്കാത്ത ഏതോ ധ്യാനാവസ്ഥയിൽ 8 മണിക്കൂറോളം ഗവേഷകൻ ലയിച്ചുപോയി. ഇപ്പോൾ പറഞ്ഞത് വെറും കെട്ടുകഥയല്ല. 3 ഔഷധങ്ങൾ കൃത്യമായി പ്രയോഗിച്ചാൽ മനുഷ്യന് സംഭവിക്കുന്ന പരിവർത്തനം മാത്രമാണ്. മനുഷ്യ ശരീരത്തിലെ ഓരോ കണങ്ങളും പ്രപഞ്ചവുമായി കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷനിലാണ്. ഒരു ആന്റിനയ്ക്ക് എങ്ങനെയാണോ ആവശ്യമുള്ള സിഗ്നലുകൾ റിസീവ് ചെയ്യാനും പുറത്തേക്ക് അയക്കാനും സാധിക്കുന്നത്, അതേപോലെ നിങ്ങളുടെ ശരീരവും സവിശേഷമായ സിഗ്നലുകൾ സെൻഡ് ചെയ്യുകയും യൂണിവേഴ്സിൽ നിന്ന് തിരിച്ച് റിസീവ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ശരീരത്തിലെ എല്ലാ ഭാഗത്തിനും ഇങ്ങനെ കോസ്മിക് സിഗ്നലുകളെ സ്വീകരിക്കാൻ സാധിക്കില്ല. പകരം ഹഠയോഗിയിൽ നവദ്വാരങ്ങൾ ഓർ 9 ഗേറ്റ്വേസ് എന്നറിയപ്പെടുന്ന 9 ഓപ്പണിങ്ങിലൂടെ മാത്രമേ ഇത് സാധ്യമാകൂ. അതേസമയം ഏതെങ്കിലും കാരണത്താൽ ഈ നവദ്വാരങ്ങൾ അശുദ്ധമായാൽ പോസിറ്റീവ് വൈബ്രേഷൻസ് ആകർഷിക്കാനുള്ള നിങ്ങളുടെ ശരീരത്തിൻ്റെ ശക്തിയും അശുദ്ധമാകും. ഇതിനാൽ ജീവിതത്തിൻ്റെ താളം തെറ്റുകയും എത്ര ശ്രമിച്ചാലും പുറത്തു കടക്കാൻ പറ്റാത്ത കാർമിക് ട്രാപ്പുകളിൽ, അതായത് ടോക്സിക് റിലേഷൻഷിപ്പ്, ആൽക്കഹോൾ, പോൺ പോലുള്ള അഡിക്ഷൻസിൽ നിങ്ങൾ അടിമപ്പെടുകയും ചെയ്യും. ഇതിനാലാണ് യോഗയിൽ നവദ്വാരങ്ങളെ ഷഡ്കർമ്മങ്ങൾ അഭ്യസിച്ച് പ്യൂരിഫൈഡായി നിലനിർത്താൻ ഉപദേശിക്കുന്നത്. പൊതുവെ ഇത്തരം പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കാൻ പതിറ്റാണ്ടുകൾ എടുക്കുമെങ്കിലും ത്രിഫല, ഭൃംഗരാജ്, ബ്ലൂ ലോട്ടസ് എന്ന പേരുകളിൽ അറിയപ്പെടുന്ന 3 ഔഷധങ്ങൾ ഉപയോഗിച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇവയെല്ലാം ശുദ്ധീകരിക്കാൻ സാധിക്കും. പ്രപഞ്ചത്തിൻ്റെ ഹയർ പവേഴ്സ് അട്രാക്റ്റ് ചെയ്യുന്ന ആന്റണയായി ശരീരത്തെ ട്രാൻസ്ഫോം ചെയ്യാനും സാധിക്കും. ഇതെങ്ങനെയാണെന്ന് വിശദമായി നോക്കാം. നവദ്വാരങ്ങളിൽ നിങ്ങളുടെ ലോവർ ബോഡിയെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധമാണ് ത്രിഫല. ഒരു ഉദാഹരണം പറയാം. നമ്മൾ എല്ലാ ദിവസവും പല വ്യക്തികളോട് നേരിട്ടോ അല്ലാതെയോ ഇൻറ്ററാക്ട് ചെയ്യാറുണ്ട്. ഓരോ ഇൻറ്ററാക്ഷൻ കഴിയുമ്പോഴും അവരുടെ ഓറയും നിങ്ങളുടെ ഓറയും തമ്മിൽ മിക്സായി പോവാറുമുണ്ട്. ഇനി ഇത് കാർമിക്കലി ഓർ എനർജറ്റിക്കലി കുറേ വർഷമായി പരിചയമുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഈ വൈബ്രേഷൻ മിക്സിംഗ് കൂടുതൽ സിവിയറായി സംഭവിക്കും. ഇങ്ങനെ എല്ലാ വ്യക്തികളോടും സ്വന്തം വൈബ്രേഷൻ മിക്സ് ആകുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എനർജികൾ നിങ്ങളുടെ വൻകുടലിൽ അഥവാ കോളനിലാണ് ചെന്ന് ലയിക്കുക. നല്ല വൈബ്രേഷനുള്ള വ്യക്തികൾ അവിടേക്ക് പോസിറ്റീവ് എനർജി നൽകുമെങ്കിൽ നെഗറ്റീവായ നിങ്ങളെ മെൻ്റലി ആൻഡ് ഇമോഷണലി വേദനിപ്പിക്കുന്ന വ്യക്തികൾ ഈ ഭാഗത്ത് അപകടകരമായ കെമിക്കൽ ടോക്സിൻസ് ആണ് നിറയ്ക്കുക. ഒന്ന് നിരീക്ഷിച്ചാൽ കോളൻ റിലേറ്റഡ് ഡിസീസസ് ബാധിക്കുന്ന 50% വ്യക്തികളും അവരുടെ പലതരം റിലേഷൻഷിപ്പുകൾ കാരണം ഒരുപാട് വേദനിക്കുന്നവരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയാണ് ത്രിഫലയുടെ ഹീലിംഗ് എനർജി ആവശ്യമായി വരുന്നത്. എന്നും കിടക്കുന്നതിന് മുൻപ് കുറച്ച് ത്രിഫല പൗഡറിൻ്റെ രൂപത്തിലോ ടാബ്ലറ്റിൻ്റെ രൂപത്തിലോ സേവിച്ച് ഉറങ്ങാൻ കിടക്കുക. അടുത്ത ദിവസം നിങ്ങൾ ഉറങ്ങി എണീക്കുന്നതിന് മുൻപ് ആമാശയത്തിലും പ്രത്യേകിച്ച് കോളനിലുമുള്ള എല്ലാവിധ ടോക്സിൻസിനെയും ത്രിഫല ശുദ്ധീകരിച്ചിരിക്കും. നിത്യമായി ആയുർവേദ വിദഗ്ധൻ്റെ നിർദ്ദേശപ്രകാരം സ്വീകരിച്ചാൽ വെറും 3 മാസത്തിൽ മുൻപ് സൂചിപ്പിച്ച എനർജറ്റിക്കലി പല വർഷങ്ങളായി അടിഞ്ഞുകൂടിയ അശുദ്ധികളും ടോക്സിക് റിലേഷൻഷിപ്പുകൾ കാരണം ഉണ്ടായ ഇംബാലൻസുകളും ഒരു അനുഗ്രഹം പോലെ അപ്രത്യക്ഷമാകും. ഇതോടെ നവദ്വാരങ്ങളിൽ ഒന്നായ കോളൻ ഫുള്ളി പ്യൂരിഫൈഡ് ആകും. രണ്ടാമത്തെ ഔഷധമാണ് ഭൃംഗരാജ്. നിങ്ങളിൽ പലർക്കും മുടിയുടെ വളർച്ചയ്ക്ക് പുരട്ടുന്ന ഹെയർ ഓയിലായി ഈ പേര് പരിചയമുണ്ടാകും. എന്നാൽ അത് മാത്രമല്ല ഭൃംഗരാജിൻ്റെ രഹസ്യം. നമ്മുടെ ശരീരം ഓരോ മിനിറ്റിലും ടെമ്പറേച്ചർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴെല്ലാം ബോഡി ടെമ്പറേച്ചർ ഉയരുന്നുവോ അപ്പോഴെല്ലാം ശരീരത്തിൽ ഏറ്റവും നെഗറ്റീവായി ബാധിക്കപ്പെടുന്നത് നവദ്വാരങ്ങളിലൊന്നായ ജെനിറ്റൽ ഏരിയ ആണ്. ഒരുപാട് വർഷങ്ങൾ നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ പല കാരണങ്ങളാൽ ഹൈ ആയി നിന്നാൽ ഈ ഏരിയയിലെ നെർവ് പോയിൻറ്റ്സ് വീക്കാവുകയും അകാരണമായ പല മാനസിക രോഗങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. മോഡേൺ മെഡിക്കൽ സയൻസ് ജെനിറ്റൽ ഏരിയയുടെ ഈ പ്രത്യേകത മനസ്സിലാക്കിയത് കൊണ്ടാണ് വളരെ ടൈറ്റായ വസ്ത്രങ്ങൾ, അതായത് ജീൻസ്, ടൈറ്റ് പാൻസ്, ഷോർട്സ് പോലുള്ളവ ധരിക്കരുത് എന്ന് പറയാൻ കാരണം. ഹൈ ടെമ്പറേച്ചറോടൊപ്പം ബ്ലഡ് സർക്കുലേഷനും ഇത്തരം വസ്ത്രങ്ങളാൽ തടസ്സപ്പെട്ട് ഫെർട്ടിലിറ്റി ഇഷ്യൂസ് വരെ ക്രിയേറ്റ് ചെയ്യാൻ ഇത് ഇടയാകും. ഇതിനുള്ള പരിഹാരമാണ് ഭൃംഗരാജ്. ഓയിലായി തലയിൽ പുരട്ടിയാലും
ഉള്ളിലേക്ക് സ്വീകരിച്ചാലും നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ മിനിറ്റുകൾക്കുള്ളിൽ കുറയുകയും നെർവസ് സിസ്റ്റത്തിന് നല്ലൊരു കുളിർമ പകരുകയും ചെയ്യും. ഓട്ടോമാറ്റിക്കലി ജെനിറ്റൽ ഏരിയയും ശുദ്ധീകരിക്കപ്പെടും. നവദ്വാരങ്ങളിൽ ബാക്കിയുള്ള 5 ഓപ്പണിങ്സും നിങ്ങളുടെ ശിരസിൻ്റെ ഭാഗത്താണ്. ഇവയെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് ബ്ലൂ ലോട്ടസ് ഓർ നീലത്താമര എന്ന അപൂർവമായ പദാർത്ഥമാണ്. പലതരം ഡ്രഗ്സ് ഉപയോഗിച്ച് ആഴ്ന്ന ധ്യാനാവസ്ഥയിൽ എത്താൻ ശ്രമിക്കുന്നവരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിന് സമാനമായ എന്നാൽ അത്ര അപകടമില്ലാത്ത ഒരു മൈൽഡ് സൈക്കോ ആക്റ്റീവ് ഡ്രഗ് തന്നെയാണ് ബ്ലൂ ലോട്ടസ്. ഇതിൻ്റെ ഒറിജിനൽ എക്സ്ട്രാക്റ്റുകൾ കൃത്യമായ അളവിൽ ശരീരത്തിൽ സ്വീകരിച്ചാൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ മെഡിറ്റേഷൻ ലെവലുകൾ മിനിറ്റുകൾക്കുള്ളിൽ എത്താൻ സാധിക്കും. മനുഷ്യൻ്റെ ബ്രെയിൻ വേവ്സിൽ വ്യത്യാസം വരുത്തി നിർവചിക്കാൻ കഴിയാത്ത ആനന്ദം പ്രദാനം ചെയ്യാനും ഇതിന് സാധിക്കും. ആൻഡ് ചില റെയർ കേസിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന സിദ്ധികൾ നൽകാൻ പോലും നീലത്താമരയ്ക്ക് സാധിക്കും. ആയുർവേദത്തിന് പുറമെ ഹിമാലയത്തിലുള്ള പല യോഗികളും ഇത് സേവിച്ചാണ് രഹസ്യമായ യോഗ സാധനകളിൽ ലയിക്കാറുള്ളത്. ഇൻ ഷോർട്ട്, ഒരു ഹൈ ഡോസ് മെഡിറ്റേഷൻ ഡ്രഗാണ് ബ്ലൂ ലോട്ടസ് എന്ന് പറയാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഊർജങ്ങളെ ഉയർത്തുന്നതല്ല, മറിച്ച് ശരീരത്തെയും മനസ്സിനെയും പവിത്രമായി നിലനിർത്തുക എന്നതാണ് ആത്മീയതയുടെ പ്രഥമ ലക്ഷ്യം. ഈ പവിത്രതയാണ് പ്രപഞ്ചത്തിൻ്റെ പല നിഗൂഢ രഹസ്യങ്ങളിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. ഒരു സെയിം മെഡിറ്റേഷൻ ടെക്നിക് പലർക്കും പല വിധത്തിലുള്ള റിസൾട്ടുകൾ കൊണ്ടുവരുന്നതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസണും ഇതേ ആത്മശുദ്ധി തന്നെയാണ്. അതുകൊണ്ട് ശരീരത്തെയും മനസ്സിനെയും എന്നും പരിശുദ്ധിയോടെ നിലനിർത്തുക.